നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫ്ലട്ടറിലെ API ഹാൻഡ്ലിംഗ് ആണ്. ദിസ് വീഡിയോ ഈസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. ഫ്ലട്ടറിലേക്ക് ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് ഉള്ള വീഡിയോ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല. ജസ്റ്റ് API എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് എൻഡ് പോയിന്റ് എടുത്തിട്ട് ആ ഡാറ്റ എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കൊണ്ടുവരുന്നത്, അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. നിങ്ങളൊരു ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ യു, ദിസ് ഇസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. ഓക്കെ, സോ ഞാനൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, API ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ഫ്ലട്ടർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലട്ടർ ഒരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക് ആണെന്ന് അറിയാലോ. അതായത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ്, അതല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ആവാം, ആൻഡ്രോയിഡ് iOS ആപ്പ് ആവാം, അതല്ലെങ്കിൽ വെബ്സൈറ്റ് ആവാം, ഓർ നിങ്ങൾക്ക് വിൻഡോസ് ആപ്ലിക്കേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് എൻഡ് ആണ് എന്ത് നമ്മൾ ഫ്ലട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതും പഠിക്കുമ്പോൾ ചെയ്യുന്നതും ഒക്കെ ഫയർ ബേസ് ആയിരിക്കും ബാക്ക് എൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയർ ബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഡാറ്റ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ആക്ച്വലി ഡാറ്റ ഡാർട്ട് ഒബ്ജക്റ്റുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ HTTP വഴിയാണ് ഫയർ ബേസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ HTTPയുടെ ബോഡിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ അറ്റാച്ച് ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ബാക്ക് എൻഡിൽ നിന്നും HTTPയിലേക്ക് ബോഡിയിലേക്ക് നമ്മൾ ഡാറ്റ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്, അതായത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്നും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ പുറത്തേക്ക് പോകുന്നതൊക്കെ ഡാർട്ട് ഒബ്ജക്റ്റുകളായിരിക്കും പുറത്തേക്ക് പോകുന്നത്. തിരിച്ച് വരുന്നതൊക്കെ എന്തായിരിക്കും, ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് എൻഡിലേക്ക് റിസീവ് ചെയ്യുന്നത് നമുക്ക് ഡാർട്ട് ഒബ്ജക്റ്റുകളായിട്ട് റിസീവ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മളുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് അതിനെ കൺസ്യൂം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഫയർ ബേസ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഈ ഡാർട്ട് ടു ജേസൺ എന്ന് പറയുന്നത്, ജേസൺ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ ആണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഡാറ്റ ഇന്റർചേഞ്ചിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് നമ്മളൊരു ഓവർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ആണ് ജേസൺ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റസ്റ്റ് API എന്താന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് ലിങ്ക് ചെയ്യാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബാക്ക് എൻഡ് ഫയർ ബേസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഡാർട്ട് ടു ജേസൺ അല്ലെങ്കിൽ ജേസൺ ടു ഡാർട്ട് കൺവേർഷൻ നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്കുള്ള ഫയർ ബേസ് പാക്കേജുകൾ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അബ്സ്ട്രാക്റ്റഡ് ആണ്, അത് ഓൾറെഡി ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മൾ ബാക്ക് എൻഡ് ഇങ്ങനെ ഒരു സെനാരിയോ ആലോചിച്ച് നോക്കും, നമ്മൾ ഫ്രണ്ട് എൻഡ് ഫ്ലട്ടറും ബാക്ക് എൻഡ് നിങ്ങൾക്ക് ഫയർ ബേസ് അല്ല, വേറെ ഏത് ബാക്ക് എൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മേ ബി PHP ഉപയോഗിക്കാം, പൈത്തൺ ഉപയോഗിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നോഡ് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഡാറ്റയെ JSON ആയിരിക്കും റിസീവ് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ JSON ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡാർട്ട് ടു ജേസൺ ടു ഡാർട്ട് കൺവേർഷൻ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ HTTP വഴി സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് ലാംഗ്വേജ് എന്ത് ചെയ്യും, റിസീവ് ചെയ്യുന്ന JSON ഏതാണോ ആ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടാണ് ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഓപ്പൺ API ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ API നിന്ന് വരുന്ന ഡാറ്റയെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ JSON പ്ലേസ് ഹോൾഡറിനകത്തുള്ള ജസ്റ്റ് ഒരു പോസ്റ്റ് API, അതിലുള്ള അല്ലെങ്കിൽ കമൻസ് API, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് കുറേ ഫ്രീ APIs ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് API ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് എൻഡ്, ഇതാണ് നമ്മളുടെ റൗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡ് ഡെവലപ്പർ നമുക്ക് തരുന്നത്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഓൾ ദ പോസ്റ്റ് യു ഹാവ് ടു ഹിറ്റ് ദിസ് URL, ഈ URL ആയിരിക്കും തരുന്നത്. ദെൻ അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഇത് ബ്രൗസറിൽ ഹിറ്റ് ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ പോസ്റ്റ്മാൻ പോലത്തെ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് API ഡോക്യുമെന്റേഷനിൽ ചിലപ്പോൾ ഇത് തന്നിട്ടുണ്ടായിരിക്കും, ഇതാണ് റെസ്പോൺസ്, ഇത് ഹിറ്റ് ചെയ്താൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് റൗട്ട് മാത്രമാണ് തന്നെങ്കിൽ, എൻഡ് പോയിന്റ് മാത്രമാണ് തന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോസ്റ്റ്മാൻ പോലത്തെ ടൂൾ ഉപയോഗിച്ചത് അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വലി റെസ്റ്റ് API ചെയ്യുന്നത് നമ്മളുടെ സെർവറിലുള്ള റിസോഴ്സുകളെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ് എന്ത്, ഈ എൻഡ് പോയിന്റ് വഴി. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഓൾ ദ പോസ്റ്റ്
ഓർ ഓൾ ദ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇതേപോലെ എന്തുണ്ടായിരിക്കും, ഒരു HTTP എൻഡ് പോയിന്റ് തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് HTTP എൻഡ് പോയിന്റിൽ ഒരു വേർബ് കാണും. അത് ഗെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാനുള്ളതാണ്, പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ആ CRUD ഓപ്പറേഷൻസ് അറിയാം, അതായിരിക്കും ഇതിനകത്തുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ JSON ആയിരിക്കും നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നത്. പക്ഷെ ഇത് JSON എന്ന് പറയുന്നത് പ്യുവർ ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ ടെക്സ്റ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡാർട്ട് ഒബ്ജക്റ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്താലേ നമുക്ക് ഫ്രണ്ട് എൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലട്ടറിനകത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് API ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഫ്ലട്ടറിൽ നമ്മൾ API ഹാൻഡ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് ഡാറ്റ കൊടുക്കുന്നില്ല, നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതിനു വേണ്ടി ഈ എൻഡ് പോയിന്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി തിങ്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടി, ഐ വാണ്ട് ടു ഷോ ഓൾ ദ പോസ്റ്റ്, എല്ലാ പോസ്റ്റും കാണിക്കണം. അപ്പൊ നമ്മുടെ UI എങ്ങനെ ഇരിക്കും, നമുക്കൊരു ഹോം പേജ് ഉണ്ട്, ആ ഹോം പേജിൽ ഓൾ പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ലിമിറ്റ് ഒന്നുമില്ല സത്യത്തിൽ. മേ ബി ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ചില എൻഡ് പോയിന്റുകളിൽ എത്ര എണ്ണം, ഇപ്പൊ ഇത് 100 പോസ്റ്റ് ഉണ്ട്, 100ഉം നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി ബാക്ക് ആൻഡ് ഡെവലപ്പർ ചിലപ്പോൾ ലിമിറ്റ് എന്നുള്ള പാരാമീറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു തവണ ഫെച്ച് ചെയ്യുമ്പോൾ എത്ര എണ്ണം വരണം, നെക്സ്റ്റ് ടൈം ഫെച്ച് ചെയ്യുമ്പോൾ ബാക്കി, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം കൂടി ഒന്നിച്ച് വരികയാണ് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ Flutter project. Okay, so I'm going to create some folders here. ഇവിടെ വന്നിട്ട് I'm going to have a model folder, models. Okay, then let's create one more folder that is called services. Then create one more folder, new directory, and that is screens, അതല്ലെങ്കിൽ your views. Okay, ഇത് ഒരു MVC എന്നുള്ള ആർക്കിടെക്ചറിലാണ് പോകുന്നത്. മോഡൽ, വ്യൂ, ദെൻ കൺട്രോളേഴ്സ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ മോഡൽസ് മീൻസ് നിങ്ങൾ കൊടുക്കുന്നതും എടുക്കുന്നതുമായ ഡാറ്റ ഏത് രീതിയിൽ ഇരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽസിൽ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ആ ഡാറ്റ എങ്ങനെ എടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഇതിനകത്തായിരിക്കും ആക്ച്വലി നമ്മൾ ലോജിക്ക് എഴുതാൻ പോകുന്നത്. അവിടെ പോയി ഡാറ്റ എടുത്ത് വരിക, ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു അവർ മോഡൽ, നമ്മുടെ ഡാർട്ട് ഒബ്ജക്റ്റിൽ കൺവേർട്ട് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസ് ഫോൾഡറിലേക്ക് എഴുതുന്നുണ്ടാവും. സ്ക്രീൻസ് യു ഓൾറെഡി നോ, എന്താണ് യൂസർ കാണുന്നത്, അതാണ് ഇത് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യൂ ആണ് എന്ത് സ്ക്രീൻസിൽ ഉണ്ടാക്കുക. ഓക്കെ, ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഹിയർ ദാറ്റ് ഈസ് കോൾഡ് ഹോം പേജ്, home_page. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഹോം പേജ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോം പേജിൽ എനിക്ക് വേണ്ടത്, ലെറ്റ്സ് പ്ലാൻ സംതിങ്. നമ്മൾ ഹോം പേജിൽ വേണ്ടത് ഐ നീഡ് സംതിങ് ലൈക്ക് ദിസ്, ഒരു പേജ്, ഒരു സ്കഫോൾഡ്, അതിലൊരു ഐ നീഡ് എൻ ആപ്പ് ബാർ ഹിയർ, ദെൻ ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ, ദെൻ ബിലോ ദ ടെക്സ്റ്റ് ഐ നീഡ് ടു ഷോ ഓൾ ദ പോസ്റ്റ് ലൈക്ക് ദിസ്. ഇതേപോലെ എന്ത് ചെയ്യണം, പോസ്റ്റ് നമുക്ക് താഴോട്ട് കാണിക്കണം. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് എൻഡ്. സിമ്പിൾ UI ആണ്. ദെൻ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഐ നീഡ് ടു ബിൽഡ് എ ന്യൂ പേജ്. ഈ പേജിൽ എന്തുണ്ടായിരിക്കണം, ഈ പോസ്റ്റിന്റെ ഇതിലൊരു ആപ്പ് ബാർ ഉണ്ടായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യണം, ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കാണണം. ഈ പോസ്റ്റിന് വന്ന കമന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിന്റെ താഴെ എനിക്ക് വ്യൂ ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കമന്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ്സ് എന്നൊരു എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ID ഉണ്ട്. ദെൻ പോസ്റ്റ് ID 1, അതിന് വന്ന കമന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഇത് ഓൾ കമന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ റൗട്ട് ഉണ്ട്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് അതിന്റെ IDയും കൂടെ പാസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ പോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ലെറ്റ് മീ ചേഞ്ച് ദിസ് ടു 2. ദെൻ ഹിറ്റ് ദിസ്. നൗ യു ക്യാൻ സീ, ഇതുണ്ട് പോസ്റ്റ് ID 2, അതിന് വന്ന കമന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വേരിയബിൾ, ഈ ഒരു പാരാമീറ്റർ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് കമന്റ്സ് ഫോർ എ പെർട്ടിക്കുലർ പോസ്റ്റ്. ഈ 2 റൗട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഹോം പേജ് എന്താണെന്ന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ ഇമ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, then create a stateless widget that is called home page, and I'm not going to use any provider or block anything because this is for absolute beginners, those who are start learning, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലട്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ്. ബിക്കോസ് ഐ ഗോട്ട് സം റിക്വസ്റ്റ് ഫ്രം
വ്യൂവേഴ്സ് ഡു എ വീഡിയോ ഫോർ ഫ്രഷർ അല്ലെങ്കിൽ ബ്ലോക്ക് ക്ലീൻ ആർക്കിടെക്ചർ ഒക്കെ ചിലപ്പോൾ എല്ലാവരും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് മുമ്പേ ബിഗിനേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്വിക്കായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സ്കഫോൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ സ്കഫോൾഡ്. യു നോ വാട്ട് ഈസ് എ സ്കഫോൾഡ്? സ്കഫോൾഡ് ഈസ് ജസ്റ്റ് എൻ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ വിഡ്ജറ്റ്. ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളൊരു പുതിയ പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒബ്വിയസ്ലി യു ഹാവ് എ സ്കഫോൾഡ്. ദെൻ സ്കഫോൾഡിന്റെ ചൈൽഡിന്റെ പേര് ബോഡി എന്നാണ്. ഞാനിവിടെ ബോഡിയുടെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ആണ്. ലെറ്റ് മീ ഗീവ് എ ഹൈറ്റ്, ഇൻഫൈനൈറ്റ് ഹൈറ്റ്, മാക്സിമം പോസിബിൾ ഹൈറ്റ് ഞാൻ അതിന് പാസ് ചെയ്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ വിഡ്ത്ത് എന്ത് ചെയ്തു? പാസ് ചെയ്തു. ദെൻ ചൈൽഡ് ഷുഡ് ബി എ കോളം. ഓക്കെ, ദെൻ ചിൽഡ്രൻ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് യു നീഡ് എ ടെക്സ്റ്റ് ദാറ്റ് ഷുഡ് ബി ഓൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. ആൻഡ് യു ക്യാൻ സ്റ്റൈൽ ദിസ്. ഓക്കെ, ആൻഡ് നമുക്കിതൊന്ന് റൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഡിസൈൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ റൺ ദിസ്. ഞാൻ എൻ്റെ എമുലേറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. കണക്റ്റിംഗ് ടു എമുലേറ്റർ. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് ആൻ എമുലേറ്റർ. ഓക്കെ, ആൻഡ് അത് സ്റ്റാർട്ടായി വരട്ടെ. അപ്പോൾ നമ്മൾ മെയിൻ ഡോട്ടിൽ വന്നിട്ട് ലെറ്റ് മീ ക്ലീൻ സംതിങ്. ഇവിടെ വന്നിട്ട് ഐ നീഡ് ടു clear all these comments. I don't want these comments, and it is not going to return home page. It is going to return not my home page, it is home page. Okay, and ഇതിന് നമ്മൾ പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. ലെറ്റ് മീ റിമൂവ് ദ ടൈറ്റിൽ. ഓക്കെ, ആൻഡ് ബൈ ഡീഫോൾട്ട് എന്തായിരിക്കും? യൂസ് മെറ്റീരിയൽ 3 ഓൺ ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഫ്ലട്ടർ ഡെമോ, ഇറ്റ് ഈസ് API demo. Okay, so our emulator is started. Let me run this. Okay, so I think നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഹോം പേജ് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് വേണം? ഓൾ പോസ്റ്റ് എന്ന് വരണം. അതിൻ്റെ താഴെ ഐ നീഡ് ടു ഹാവ് എ ലിസ്റ്റ് വ്യൂ. കാരണം നമുക്ക് റിസീവ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് അല്ല. ഇവിടെ നമ്മളുടെ എൻഡ് പോയിന്റ് നോക്കിയാൽ കാണാം. ഗോ ടു യുവർ പോസ്റ്റ് എൻഡ് പോയിന്റിൽ /പോസ്റ്റ് ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു JSON array ആണ് നിങ്ങൾക്ക് വന്നത്. അതിനകത്ത് എന്തുണ്ട്? ദിസ് ഇസ് എ ഫസ്റ്റ് പോസ്റ്റ് ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് പോസ്റ്റ്. അങ്ങനെ കുറേ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും? കുറേ പോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പോസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡൈനാമിക് ആയിട്ട് നമ്മളുടെ എന്ത് ചെയ്യണം? ഒരു വിഡ്ജറ്റുകൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ ആയിരിക്കും. ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ. ഓക്കെ, ബിൽഡർ നമുക്കറിയാം ഇറ്റ് ആസ് എ കോണ്ടെക്സ്റ്റ്. എവിടെ ബിൽഡ് ചെയ്യണം എന്നതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് എത്ര എണ്ണം ബിൽഡ് ചെയ്യണം അതിന് നമ്മളൊരു ഇൻഡെക്സ് ഉള്ള പാരാമീറ്റർ കൊടുത്തു. ദെൻ ഓരോ തവണ ഇത് റൺ ചെയ്യുമ്പോഴും എന്ത് വിഡ്ജറ്റ് റിട്ടേൺ ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത്. ഐ നീഡ് എ ലിസ്റ്റ് ടൈൽ. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വിഡ്ജറ്റ് വി ക്യാൻ ഇംപ്ലിമെന്റ്. ആൻഡ് ഇതൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വേണം? യു നീഡ് എ സെമിക്കോളൺ. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് എൻ എറർ. ഓക്കെ, ലെറ്റ് മീ റൺ ഇറ്റ് അഗൈൻ. ബിക്കോസ് നമ്മൾ അതിനകത്ത് റൺ ചെയ്യാൻ കൊടുത്തപ്പോൾ ടൈപ്പ് ചെയ്ത് പകുതി വെച്ചിരുന്നു. ഓക്കെ, റൺ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. Okay, I think this is clear to you, and you are familiar. I think you are familiar with listview.builder. If you don't know what is listview builder, I have a dedicated video for listview and listview builders, and go and watch that. Okay. ഓക്കെ, ഇത് റൺ ആവട്ടെ. ആൻഡ് ലിസ്റ്റ് ടൈലിൽ നമുക്കറിയാം ഇതിന് ടൈറ്റിൽ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിലേക്ക് ഞാൻ ടെക്സ്റ്റ് പാസ് ചെയ്തു. ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്? ദ ടൈറ്റിൽ ഓഫ് ദ പോസ്റ്റ്. ഓക്കെ, സോ ലെറ്റ് മീ ഹാവ് എ പോസ്റ്റ് ടൈറ്റിൽ. ദെൻ യു ഹാവ് എ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ടെക്സ്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ബോഡി ഓഫ് ദ പോസ്റ്റ്. Okay, and this is our list style, and you have an error here. I don't get anything here because the error is you can imagine that error because we are in a column, and the first children എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. ആൻഡ് ഇൻസൈഡ് ദറ്റ് കോളം വി ഹാവ് എ ലിസ്റ്റ് വ്യൂ ബിൽഡർ. ആക്ച്വലി ഇതൊരു ലിസ്റ്റ് വ്യൂ. അതിനകത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന അത്രയും ടൈംസ് എന്ത് ചെയ്യും? ഇത് റൺ ചെയ്തിട്ട് ഡൈനാമിക് ആയിട്ട് വിഡ്ജറ്റുകൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യാണ് ചെയ്യുക. ലിസ്റ്റ് വ്യൂ കോളം പോലെയാണ് എന്ത്? മൾട്ടി ചാനൽ വിഡ്ജറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ലിസ്റ്റ് വ്യൂ ബൈ ഡീഫോൾട്ട് ഫുൾ ഹൈറ്റ് എടുക്കും. അപ്പോൾ ഓൾറെഡി ഒരു കോളത്തിലുള്ള ആള് ഫുൾ ഹൈറ്റ് അയാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിരിക്കില്ല ഇയാൾക്ക്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇമാജിൻ ചെയ്യാം. ഇവിടെ എന്തുണ്ട്? ഇയാൾക്ക് ഓൾറെഡി കുറച്ച് ഹൈറ്റ് കൊടുത്തു, പക്ഷെ ഇയാൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഐ നീഡ് ഫുൾ ഹൈറ്റ്. സോ അപ്പോൾ ഇയാൾക്ക് കൊടുക്കാൻ എന്തില്ല? ഫുൾ ഹൈറ്റ് ഇല്ല. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിവിടെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. ഇയാൾക്ക് കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ഹൈറ്റ് ആർക്ക് കൊടുക്കണം?
ഇയാൾക്ക് കൊടുക്കണം. ആ എററാണ് ഇവിടെ കിടക്കുന്നത്. ആൻഡ് ഞാനൊരു വളരെ കാഷ്വൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, ടെക്നിക്കലി അല്ല. അപ്പൊ ഇതാണ് അതിന്റെ ആക്ച്വൽ സെനാരിയോ. ഇതാണ് എനിക്ക് ഫുൾ ഹൈറ്റ് വേണം എന്ന് ഇയാൾ ഡിമാൻഡ് ചെയ്യാണ്. പക്ഷെ കോളം ഈസ് അൺഫോർച്ചുനേറ്റ്ലി ഹീസ് ഹെൽപ്ലെസ്, ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ എനിക്ക് മുഴുവൻ വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇയാള് ഒരു ഡെലമയിലെത്തും, ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാവും. അപ്പൊ ആ സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ഇതാണ്, ഇയാൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫുള്ള് നിനക്ക് തരാം എന്നാണ് ഇവിടുത്തെ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വി സ്ട്രാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ്. ഒരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്യും. അതിന്റെ പേരാണ് എന്ത്, എക്സ്പാൻഡഡ് എന്നുള്ള പേര്, എക്സ്പാൻഡഡ്. സേവ് ദിസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും, യുൽ ഗെറ്റ് ലിസ്റ്റ് ടൈൽസ് ലൈക്ക് ദിസ്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എറർ വന്നു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വാട്ട് ഈസ് എ പാരന്റ് ഓഫ് ദിസ് തിങ്, ഇതിന്റെ പാരന്റ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇതിന് വേറൊരു സൊല്യൂഷൻ കൂടി ഉണ്ട്. സപ്പോസ് ഇതിനകത്ത് വേറൊരു ടെക്സ്റ്റ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള സ്ഥലം ആർക്ക് കൊടുക്കുള്ളൂ, ഇയാൾക്ക് കൊടുക്കുള്ളൂ. ഇതിനകത്ത് വേറൊരു സൊല്യൂഷൻ ഉള്ളത്, ഇയാൾ ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഐ എം നോട്ട് റെഡി ടു ഗിവ് ദ ഫുൾ ഹൈറ്റ് ഫോർ യു, ബട്ട് ഐ വിൽ ഗിവ് യു വാട്ട് എവർ, അല്ലെങ്കിൽ എത്രത്തോളം ഹൈറ്റ് നിനക്ക് വേണം അത് ഞാൻ തരാൻ റെഡിയാണ് എന്ന് പറയണം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, യു ക്യാൻ ഹാവ് എ സ്ട്രിംഗ് ഗ്രാപ്പ്, ഐ തിങ്ക് ദാറ്റ് ഈസ് ട്രൂ, സ്ട്രിംഗ് ഗ്രാപ്പ് ട്രൂ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, then let me try this, remove this widget and save this. Okay, ഞാൻ സേവ് ചെയ്തത്. Now I think this is okay. ഇവിടെ എറേഴ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ let me have a item count. ഇവിടെ ഞാൻ ഒരു ഐറ്റം കൗണ്ട് കൂടി കൊടുക്കട്ടെ. ഐറ്റം കൗണ്ട് ഞാൻ 5 എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇതിന്റെ ഐറ്റം കൗണ്ട് 5 എന്ന് കൊടുത്തു. ആൻഡ് ഇത് റണ്ണായിട്ടില്ല, റണ്ണായി വരട്ടെ. മേ ബി സം ടൈംസ് നമുക്ക് എറർ ഉണ്ടോ നോക്കാം. അപ്പൊ ഇതാണ് എന്ത്, ലിസ്റ്റ് വ്യൂ എന്നുള്ളത്. ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് തിങ്. ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ ഓർ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ, ഗോ ആൻഡ് വാച്ച് മൈ വീഡിയോ. ഓക്കെ, ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് അബൌട്ട് ദിസ് ലിസ്റ്റ് വ്യൂ ആൻഡ് ലിസ്റ്റ് വ്യൂ ബിൽഡർ. ഓക്കെ, ദെൻ ലിസ്റ്റ് ടൈലാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് വന്നു. ഒന്നുകൂടി ഇതിനെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ, ലെറ്റ് മീ മേക്ക് ദ സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളർ 0xFF. Then which color you want, 2D. Okay, and save this. Let me stop this because of the hang. Onnude run cheyyam. Okay, and I just have a background color for my scaffold. Okay, and what is this? This is a color code. We just added 2D, and FF stands for 0xFF means the transparency, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി ആണ് ഈ FF എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ഹെക്സ് കൺവേർഷൻ. ഓക്കെ, ആൻഡ് ഞാനിവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ മാറിയത്. ഇത് ഞാൻ FF പകരം ഞാൻ ഇവിടെ 50 ആക്കുകയാണെങ്കിൽ you'll get one more color. It becomes darker. And let me make this 0. Okay, it is pure black, അല്ലെങ്കിൽ pure black ആയി മാറും. ഇവിടെ ഞാൻ FF എന്ന് കൊടുത്തു. I need that actual color. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മളുടെ ഇതൊന്നും ഇപ്പോൾ വിസിബിൾ അല്ല. അപ്പൊ ഇവിടെ ഇതിനുള്ള പ്രശ്നം ഇതായിരിക്കും. യു ക്യാൻ ഹാവ് എ സ്റ്റൈൽ, യു ക്യാൻ ഹാവ് ദാറ്റ് സ്റ്റൈൽ ഇൻ യുവർ തീം. ഞാനിവിടെ ടെക്സ്റ്റ് സ്റ്റൈലിനെ കോൾ ചെയ്തു. കളർ ഇസ് വൈറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഓൾ പോസ്റ്റ് ഒരു ടോപ്പിൽ വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ മേക്ക് മെയിൻ ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട്. ഓക്കെ, then the cross axis alignment is also start. Then everything is left aligned. Then ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, I'm going to have an app bar here, app bar, and save this. Now you have an app bar here. I need the app bar also that color. ഈ ഒരു കളറിൽ എനിക്ക് app bar വരണം. Control C and Control V. Okay, save this. Now you have an app bar. Same color ആയതുകൊണ്ട് കാണാത്തത്. ആൻഡ് ഇവിടെ ഇതേ സ്റ്റൈൽ എനിക്ക് ആർക്ക് വേണം, താഴെയുള്ള വിഡ്ജറ്റുകൾക്കൊക്കെ വേണം. ആൻഡ് ദിസ് ഇസ് പ്യോർ UI. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. യു ക്യാൻ സ്കിപ്പ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക, ജസ്റ്റ് സ്വന്തം ചെയ്ത് നോക്കുക. ആൻഡ് എവറിത്തിങ് ലെഫ്റ്റിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ പാരന്റ് കണ്ടെയ്നറിന് പാഡിംഗ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. യു ക്യാൻ ഹാവ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ. ലെറ്റ് മീ ഗീവ് എ 20. ചുറ്റും ഒരു 20 പാഡിംഗ് കൊടുത്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ഹോം പേജ്. ദെൻ ഇനി എനിക്ക് വേണ്ടത് ഈ ലിസ്റ്റ് ടൈലിൽ ഞാൻ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ഒരു കാർഡ് വെച്ച് വേണമെങ്കിൽ റാപ്പ് ചെയ്യാം. റാപ്പ് ഇറ്റ് വിത്ത് എ വിഡ്ജറ്റ്.
wrap with a widget. What is that? Wrap with a widget. Card. Save this. Now you have a card, and I don't need that white here because material 3 le default color adarikkum. I need this black. I don't need pure black. Black 87. Now you have post title. Then this is also black 87. Okay. And I need some numbers, post numbering വേണം. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ലീഡിംഗ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ലീഡിംഗ് ഷുഡ് ബി എ സർക്കിൾ ആവുക. ഓക്കെ, നോ യു ഗോട്ട് എ സർക്കിൾ ആവുക അത്. ഓക്കെ, ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വിച്ച് കളർ? ലെറ്റ് മീ ഹാവ് എ ബ്ലാക്ക്. ദിസ് ഈസ് ഓൾസോ ബ്ലാക്ക്. ഓക്കെ, നോ യു ഹാവ് എ ബ്ലാക്ക് സർക്കിൾ ദർ. Then the child should be a center widget. Again, the child should be a text widget. Okay, the text should be dollar index because iterate ചെയ്യുന്നുണ്ട് ഇൻഡെക്സ് ഉള്ള വേരിയബിൾ. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ ഞാൻ 0 + 1 കൊടുത്തു. ആൻഡ് യു ഹാവ് ദാറ്റ് വാല്യൂ ദ. ബട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാത്തതാണ്. സോ ടെക്സ്റ്റ് സ്റ്റൈൽ ദ കളർ ഷുഡ് ബി വൈറ്റ്. Okay, save this. Now you have 1 2 3. Okay, this is our UI. Then go to main.dot and let me remove that debug banner, and this is false. Okay, now your UI is ready. Okay, and we are inside that shrink wrap. ഇതിൽ ലിസ്റ്റ് വ്യൂ നമ്മൾ shrink wrap ചെയ്തേക്കാണ്. ഇത്രേ ഉള്ളൂ. ഇതിനിപ്പോൾ 5 എണ്ണത്തെ 5 കാർഡ് ബിൽഡ് ചെയ്യാനുള്ള സ്പേസ് മാത്രം ഇയാൾ എടുക്കുന്നുള്ളൂ. അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ള സ്ഥലമൊക്കെ ഓൾറെഡി എന്ത് ചെയ്യും? ബാക്കിയുള്ള വിഡ്ജറ്റുകൾ എടുത്തു. ബാക്കിയുള്ള സ്ഥലം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ റിമൂവ് ദിസ് സ്ട്രിംഗ് റാപ്പ്. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദിസ്. ഐ എം ഗോയിങ് ടു ഹാവ് ആൻ എക്സ്പാൻഡഡ് ഹിയർ റാപ്പ് വിത്ത് എ വിഡ്ജറ്റ് ബിക്കോസ് മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പോസ്റ്റ് വരുമ്പോൾ ഇഷ്യൂസ് എക്സ്പാൻഡഡ്. ഓക്കെ, സോ എക്സ്പാൻഡഡ് കൊടുത്തു. ആൻഡ് ഐ നീഡ് എ സ്പേസ് ഹിയർ. ആ ടൈറ്റിൽ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം? ഒരു സ്പേസ് വേണം. സൈസ് ടു ബോക്സ്, യു നോ സൈസ് ടു ബോക്സ്. height is, let me have a 20 space and save this. Now you have a space. Okay, so your UI is ready and let's implement our API. നമുക്ക് API implement ചെയ്യാൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്? പോസ്റ്റ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് വരേണ്ടത്. എവിടുന്ന്? നമ്മളുടെ ഈ പോസ്റ്റാണ് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതിന്റെ ടൈറ്റിലും ബോഡിയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഓൺ ടാപ്പ് എഴുതും. ഓൺ ടാപ്പ് എഴുതി കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസ് പേജിലേക്ക് പോകണം. ഓക്കെ, so I think this is clear. Then ഇനി നമുക്ക് വേണ്ടത്, we need to create a model. ഇവിടെ വന്നിട്ട് മോഡലിനകത്ത് I'm going to have a new dot file that is called post_model. Okay, and this is a pure dot class. ഇവിടെ ഞാനൊരു ക്ലാസ് എഴുതുകയാണ്, that is post model. ഇനി നോക്കുക, നമ്മളുടെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഡാറ്റ ഇതാണ് നമുക്ക് റിസീവ് ചെയ്യുക. ദിസ് ഇസ് എ സിംഗിൾ പോസ്റ്റ്. ഒരു പോസ്റ്റിന് എന്തൊക്കെ ഉണ്ട്? യൂസർ ഐ ഡി ഉണ്ട്. ദാറ്റ് മീൻസ് ഈ പോസ്റ്റ് ഇട്ട ആളുടെ ഐ ഡി ആണ്. ദെൻ പോസ്റ്റ് ഐ ഡി ഉണ്ട്, ടൈറ്റിൽ ആൻഡ് ബോഡി. അപ്പോൾ നമ്മളുടെ പോസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് എൻഡിലേക്ക് എന്തൊക്കെ ഡാറ്റ ഒബ്ജക്റ്റുകളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കാം. സോ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഐ നീഡ് സ്ട്രിങ് ടൈറ്റിൽ, ദെൻ സ്ട്രിങ് ബോഡി. ആൻഡ് ഞാൻ എങ്ങനെയാണ് ഇത് സ്ട്രിങ് ആണെന്ന് മനസ്സിലാക്കിയത്? നമ്മളുടെ ഡാറ്റ ജേസൺ നോക്കുക. ജേസണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ജേസണിലെ കീ ഓൾവേസ് ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, വാല്യൂ എന്ന് പറയുന്ന ഡൈനാമിക് ആയിരിക്കും. ദിസ് ഇസ് എൻ ഇൻറ്റീജർ, ദിസ് ഇസ് ഇൻ ഡബിൾ കോട്ട്സ്. അതുകൊണ്ട് ഇത് എന്താണ്? സ്ട്രിങ് ആണ്. ഇതും സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 ഫീൽഡ് കൂടി വേണം, യൂസർ ഐ ഡിയും ഐ ഡിയും. അത് രണ്ടും ഇൻറ്റീജർ ആണ്. അവിടെ 1 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റ് യൂസർ ഐ ഡി എന്നെഴുതി, then int id. Okay, int id and create a constructor post model. And then optional parameter ആയിട്ട് എന്ത് ചെയ്യാണ്? this dot id, this dot body, this dot title and this dot user id. Okay, ഇത്ര ഞാൻ എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, വി നീഡ് ടു കൺവേർട്ട്. നമുക്ക് റിസീവ് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന ജേസനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള മെത്തേഡ് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഐ എം ഗോയിങ് ടു യൂസ് എ ഫാക്ടറി, ദെൻ പോസ്റ്റ് മോഡൽ ഡോട്ട് ഫ്രം ജേസൺ. ഓക്കെ, ആൻഡ് ഈ ഫംഗ്ഷനിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഡാറ്റ മാപ്പ് ആയിരിക്കും. അത് അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കീ വാല്യൂ പെയറാണ്. അപ്പോൾ മാപ്പ് സ്ട്രിങ് ഡൈനാമിക് ആയിരിക്കും. കീ ഓൾവേസ് സ്ട്രിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ജേസൺ,
ദിസ് ജസ്റ്റ് എ വേരിയബിൾ. ഈ വരുന്ന ഡാറ്റയെ ഒരു മാപ്പിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫ്രം ജേസൺ എന്നുള്ള മെത്തേഡ് കൊടുക്കുകയാണ്. അയാൾ എന്ത് ചെയ്യും, ഹീസ് ഗോയിങ് ടു റിട്ടേൺ പോസ്റ്റ് മോഡൽ. ഓക്കെ, അതിനെടുത്ത് എന്താക്കി മാറ്റിത്തരും, പോസ്റ്റ് മോഡലാക്കി മാറ്റിത്തരും. അപ്പൊ നമ്മൾ പറയണം വരുന്ന ഡാറ്റയില് ഈ പോസ്റ്റ് മോഡലിലെ ടൈറ്റിലേക്ക് എന്ത് ചെയ്യണം, വന്ന ഡാറ്റയില് എന്ത് ചെയ്യണം, ടൈറ്റിൽ എടുക്കണം. ഓക്കെ, ഈ കീ എക്സാക്ട്ലി എന്തായിരിക്കണം, നിങ്ങളുടെ ഈ റിസീവ് ചെയ്യുന്ന ഡാറ്റയിൽ ഇവിടെ എന്താണോ എഴുതിയേക്കുന്നത് എക്സാക്ട്ലി അത് അതേപോലെ ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഷുഡ് ബി ബോഡി എന്ന് പറയുന്നത് ജേസൺ. ദെൻ അവിടെ എന്താണോ എഴുതിയേക്കുന്നത് ബോഡി. ദെൻ ഐ ഡി എന്ന് പറയുന്നത് ജേസൺ ഓഫ് ഐ ഡി. ആൻഡ് ഇത് പോസ്റ്റിന്റെ ഐ ഡി ആണ്. ഇനി യൂസർ ഐ ഡി ഉണ്ട്. ഈ പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത ആളുടെ ഐ ഡി, ദാറ്റ് ഈസ് പോസ്റ്റ് ഐ ഡി. യൂസർ ഐ ഡി. ഓക്കെ, ഇവിടെ ഐ ക്യാപിറ്റൽ ആണോ നോക്കുക. ഇവിടെ കണ്ടോ യൂസർ ഐ ഡി എന്നുള്ളത് ഐ ക്യാപിറ്റൽ ആണ്. ഓക്കെ, എക്സാക്ട്ലി അതേപോലെ എഴുതും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളിതിപ്പോ ഗെറ്റ് എ പി ആണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പോസ്റ്റ് എ പി ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ടു ജേസൺ എന്ന് പറഞ്ഞ് വേറെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡലിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം, മാപ്പ് ആക്കി മാറ്റണം. ഓക്കെ, ഇതൊരു സിമ്പിൾ ജേസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. വാട്ട് ഇഫ് ദിസ് ഇസ് എ കോംപ്ലക്സ് ജേസൺ, ഒരു കോംപ്ലക്സ് ജേസൺ ആണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി എന്തായിരിക്കും, ഈ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് മേ ബി ഒരു ഹെക്ടിക് ടാസ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ട്, നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദർ ആർ ലോട്ട് ഓഫ് വെബ്സൈറ്റ്സ്. ഞാനിത് ഈ റെസ്പോൺസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ദെൻ ജേസൺ ടു ഡാർട്ട് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, കുറെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് ഓട്ടോമാറ്റിക്കലി ആ ഡാർട്ട് ക്ലാസ് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. നിങ്ങളുടെ റെസ്പോൺസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ഗിവ് ദ നെയിം ഓഫ് യുവർ ക്ലാസ്. എന്ത് പേരാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കുക. ഞാനിവിടെ മോഡൽ എന്നുള്ള വാക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ മോഡൽ ക്ലാസ്. ദെൻ ക്ലിക്ക് ദ ജനറേറ്റ് ബട്ടൺ. ദെൻ ഇപ്പൊ നമ്മൾ എഴുതിയ കാര്യം ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഞാൻ ഫാക്ടറി മെത്തേഡ് വെച്ചിട്ടാണ് എഴുതിയത്. ഇവിടെ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്, ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഈ രീതിയിൽ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതായിരിക്കും ഒന്നുകൂടി കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ജേസൺ വരുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ എന്തായിരിക്കും, ഈ ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. മേ ബി നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുത്ത് ഹെക്ടിക് ആയിരിക്കും ചിലപ്പോൾ എഴുതാൻ വേണ്ടി ആസ് എ ബിഗിനർ. വൺസ് നിങ്ങളൊന്ന് ഫ്ലട്ടറും അല്ലെങ്കിൽ ഡാർട്ടൊക്കെ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മോസ്റ്റ് ഓഫൺ ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, we need to create one more folder that is called your endpoints. API എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഡോട്ട് ഫയൽ that is called API, whatever name you can give. API ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, endpoints എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കി. ഐ എം ഗോയിങ് ടു ഹാവ് എ ക്ലാസ് that is API. ഓക്കെ, ഈ ക്ലാസ്സിനകത്ത് ഐ എം ഗോയിങ് ടു ഡിഫൈൻ സം എൻഡ് പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഇവിടെ 2 എൻഡ് പോയിന്റ് ആണ് നമുക്ക് ഹിറ്റ് ചെയ്യാനുള്ളത്. ഈ 2 എൻഡ് പോയിന്റ് എടുത്താൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കാര്യം 2ൽ സെയിം ആണ്. ഈ കാര്യം ഇതിന്റെ ഇപ്പുറത്ത് വരുന്ന കാര്യമായിരിക്കും എന്ത് ചെയ്യുന്നത്, മാറി മാറി വരുന്നത് ഈ സ്ലാഷ് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്നത് ബേസ് URL എന്നാണ്. അപ്പൊ ഞാൻ ഇതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ, ഇറ്റ്സ് എ string base URL equal to, that is copy that. ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുക. ഞാൻ ഈ ഒരു സ്ട്രിങ് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, ദാറ്റ് ഈസ് യുവർ ബേസ് URL. Then you have 2 endpoints, final string, see post endpoint ഉണ്ട്, post endpoint equal to എന്തായിരിക്കും, സ്ലാഷ് കഴിഞ്ഞിട്ട് പോസ്റ്റ് എന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ പോസ്റ്റ് ആഡ് ചെയ്തു. ദെൻ ഇനി ഒരു എൻഡ് പോയിന്റ് കൂടെ ഉണ്ട്, ഫൈനൽ സ്ട്രിങ് കമന്റ് എൻഡ് പോയിന്റ് ഈക്വൽ ടു ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ നമുക്ക് എന്ത് വേണം, കമന്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക്, ഐ തിങ്ക് കമന്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക് പോസ്റ്റ് ഐ ഡി ഈക്വൽ ടു, ഇവിടെയാണ് പോസ്റ്റ് ഐ ഡി വരിക 1 2 3 എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഒന്നാമത്തെ പോസ്റ്റിന്റെ കമന്റ് മാത്രമായിരിക്കും. പക്ഷെ നമുക്ക് ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, നൗ യുവർ API endpoint class is ready. Now go to your service folder and click new dot file. I'm going to have a post underscore service. Okay, and ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, we are going to define all the services. ആ പോസ്റ്റുമായി റിലേറ്റ് ചെയ്ത സർവീസസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ എഴുതാൻ പോവാണ്.
അപ്പോൾ ഇവിടെ ദിസ് ഇസ് ജസ്റ്റ് എ ക്ലാസ് പോസ്റ്റ് സർവീസ്. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? നമുക്കറിയാം നമ്മൾ HTTP ഹെഡറിലേക്കാണ് അല്ല ബോഡിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ അറ്റാച്ച് ചെയ്യുന്നത്. അല്ല HTTPയിലാണ് ഡാറ്റ വരുന്നത്. അപ്പോൾ HTTPയില് ഗെറ്റ് മെത്തേഡ്, പോസ്റ്റ് മെത്തേഡ് അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? യു നീഡ് HTTP പാക്കേജ്. ദെൻ ഗോ ടു യുവർ ടെർമിനൽ, import that package, flutter pub add HTTP. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യും? HTTP പാക്കേജ് ഇമ്പോർട്ട് ആവും. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം? യു നീഡ് ടു ഇമ്പോർട്ട് ദാറ്റ് പാക്കേജ്. ഇമ്പോർട്ട്, ഓക്കെ, അത് ഐ തിങ്ക് ഓക്കെ. നൗ ഇമ്പോർട്ട് HTTP ആസ് HTTP. ഓക്കെ, now I'm going to have final client equal to HTTP dot client. Okay, and I have a mistake here. Final, it is final. Okay, now ഇനി എന്ത് ചെയ്യണം? We have the method. ഇനി നമുക്ക് പോസ്റ്റ് ഗെറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതണം. ഓക്കെ, പോസ്റ്റ് ഗെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഡാറ്റാബേസിൽ പോയി ഈ റൗട്ട് ഹിറ്റ് ചെയ്ത് ആ ഡാറ്റ തിരിച്ചു വരണം. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ഫ്യൂച്ചർ ആയിരിക്കും. അപ്പോൾ തിരിച്ചു വരുന്നത് എന്തായിരിക്കും? തിരിച്ചു വരുന്നത് ലിസ്റ്റ് ഓഫ് ഓൾ പോസ്റ്റ് ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് ഫ്യൂച്ചർ എന്ന് എഴുതി. ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് ആക്ച്വലി എ ലിസ്റ്റ് ഓഫ് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് എന്തുണ്ട്? പോസ്റ്റ് മോഡൽ പ്രകാരം ഈ ടൈപ്പിലുള്ള പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? യു ആർ ഗോയിങ് ടു ഗെറ്റ്. ഓക്കെ, ദെൻ get all post. Okay, and this is an async operation. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യണം? We are going to try something. Try, എന്താണ് ട്രൈ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടി? എന്താക്കി ട്രൈ ചെയ്യേണ്ടത്? HTTP ഡോട്ട് നോ, ഓൾറെഡി നമുക്ക് ക്ലയന്റ് ഉണ്ട്. ക്ലയന്റ് ഡോട്ട് ഗെറ്റ്. ഓക്കെ, ഈ HTTP ഡോട്ട് ഗെറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു URI ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഉള്ളത് എന്താണ്? നമുക്ക് URLs ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ URI ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് URI ഡോട്ട് പാഴ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് എന്ത് പാസ് ചെയ്ത് കൊടുക്കുക? നമ്മളുടെ URLs പാസ് കൊടുക്കുക. നമ്മൾ URLs എഴുതിയേക്കുന്നത് ഈ ക്ലാസ്സിനകത്താണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? See, I'm going to have API, it should be in $, curly brace API dot and import that thing. ഈ ക്ലാസ്സിന് ഇമ്പോർട്ട് ചെയ്യണം API എന്നുള്ള ക്ലാസ്സിന്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ബൗണ്ടിങ് ബോക്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇമ്പോർട്ട് ദാറ്റ് API ഡോട്ട് ആൻഡ് യു വിൽ ഗെറ്റ്. ആദ്യം വേണ്ടത് ബേസ് URL ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് അപ്പൻഡ് ചെയ്യണം? അതിൻ്റെ കൂടെ നമ്മളുടെ API ക്ലാസ്സിനകത്തു നിന്നുള്ള പോസ്റ്റ് എൻഡ് പോയിന്റ് എന്ത് ചെയ്യണം? അപ്പൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഹിറ്റ് ചെയ്യേണ്ടത്. ഇതൊരു അസിൻക്രോണസ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവെയിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇത് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന എന്തായിരിക്കും? ഇത് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഇതാണ്. അപ്പോൾ തിരിച്ച് വന്ന വാല്യൂ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഫൈനൽ റെസ്പോൺസ്. ഇതാണ് നമ്മളുടെ എന്ത്? റെസ്പോൺസ് ഈക്വൽ ടു ദിസ് തിങ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കറിയാം HTTP അല്ലെങ്കിൽ നമുക്ക് ഈ റെസ്റ്റ് API നമുക്ക് എന്ത് HTTP സ്റ്റാറ്റസ് കോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 ലെവൽ ഓഫ് കോഡായിരിക്കും കിട്ടുക. 400 level of code ഉണ്ട്, 500 levels of code ഉണ്ട്. ഓക്കെ, I just explained all these things in my REST API വീഡിയോ. ഇതിനകത്ത് നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ കിടക്കുന്നുണ്ട്, എന്താണ് REST API എന്നുള്ളത്. ആ വീഡിയോ ഒന്ന് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാണ്. ഇഫ് റെസ്പോൺസിലെ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 200 ആണെങ്കിൽ ദാറ്റ് മീൻസ് യു ഗോട്ട് എ സക്സസ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഡാറ്റ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ഫൈനൽ ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ ഡൈനാമിക് ലിസ്റ്റ്. ഡൈനാമിക്
ഫൈനൽ ലിസ്റ്റ് ഡൈനമിക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡൈനമിക് തന്നെ ആയിരിക്കും. റെസ്പോൺസ് ബോഡി, അതിലെ റെസ്പോൺസ് ബോഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡീകോഡ് ഇറ്റ്. ജേസൺ ഡീകോഡിനെ കോൾ ചെയ്തിട്ട് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, റെസ്പോൺസ് എന്നുള്ളതിനകത്ത് തിരിച്ചു വന്ന ഡാറ്റയിലെ ബോഡി ആൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ജേസൺ ഡീകോഡ് എഴുതുമ്പോൾ എറർ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യു ഹാവ് ആൻ ഇമ്പോർട്ട്. ഇതിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഇമ്പോർട്ട് ദറ്റ് കൺവേർട്ട് ഡോട്ട് കൺവേർട്ട്. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, റെസ്പോൺസ് ബോഡിയിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, യു ഗോട്ട് ദിസ് തിങ്. ഇതിനകത്തുള്ള റെസ്പോൺസ് എന്ന് പറയുന്നതിനകത്ത് ബോഡി ഉണ്ടായിരിക്കും, ഹെഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സ്റ്റാറ്റസ് കോഡ് അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കതിൽ ഇത് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് ഞാൻ എന്ത് ചെയ്തത്, ജേസൺ എൻകോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത്, ജേസൺ ഡീകോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത്, റെസ്പോൺസ് ബോഡി, അതിലെ ബോഡി പാർട്ട് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഇസ് ആക്ച്വലി ടെക്സ്റ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, ഫൈനൽ ലിസ്റ്റ്. അതെന്തായിരിക്കും, പോസ്റ്റ് മോഡൽ പ്രകാരമുള്ള ലിസ്റ്റ്. അതിന് ഞാൻ പേര് കൊടുത്തു, പോസ്റ്റ് എന്ന് പേര് കൊടുത്തു. ഈക്വൽ ടു എന്ത് ചെയ്യണം, റെസ്പോൺസ് ബോഡി എടുത്തിട്ട് റെസ്പോൺസ് ബോഡി ഡോട്ട് മാപ്പ് മെത്തേഡ് എടുക്കുക, മാപ്പ്. ദെൻ ടേക്ക് ഈച്ച് മാപ്പ്, ഓരോ മാപ്പ് എടുക്കുക. അത് ജേസൺ എന്നെടുത്തു, ഓർ യു ക്യാൻ ഹാവ് ദാറ്റ് ജേസൺ എടുത്തു. ഇനി എന്ത് ചെയ്യണം, ഓരോ മാപ്പ് എടുത്തിട്ട് നമ്മളുടെ മോഡലിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ പോസ്റ്റ് മോഡലിലേക്ക് മാറ്റാണ്. അപ്പോൾ പോസ്റ്റ് മോഡൽ ഡോട്ട് ഫ്രം ജേസൺ ഈ മെത്തേഡിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദാറ്റ് ജേസൺ ടു ദാറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നുള്ളത്. ഇനി ഇങ്ങനെ ആ ബോഡി, ആ വന്ന റെസ്പോൺസ് ബോഡിയിൽ ഓരോന്നും എടുത്ത് എന്ത് ചെയ്യും, പോസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഫൈനലി അങ്ങനെ കൺവേർട്ട് ചെയ്ത സ്ഥാനത്ത് എല്ലാം കൂടി എന്ത് ചെയ്യണം, യു ഹാവ് ടു മേക്ക് ഇറ്റ് എ ലിസ്റ്റ്. മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റാക്കി മാറ്റണം. വെരി സിമ്പിൾ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ദിസ് തിങ് ഈസ് വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ. റെസ്പോൺസ് ഡോട്ട് മാപ്പ് മെത്തേഡ് ഉപയോഗിച്ചു, ഓരോ മാപ്പ് എടുത്തു, അതിനെ പോസ്റ്റ് മോഡലിലെ ഫ്രം ജേസൺ ഉപയോഗിച്ചിട്ട്. ആൻഡ് ദിസ് ഇസ് പോസ്റ്റ് മോഡലിലെ ഫ്രം ജേസണിൽ എന്ത് ചെയ്തു, ഇത് ആ വന്ന ഫസ്റ്റ് മാപ്പ് പാസ് ചെയ്ത് കൊടുത്തു, അതിനെ മോഡലാക്കും. സെക്കൻഡ് പാസ് ചെയ്ത് കൊടുത്തു, അതിനെ പോസ്റ്റ് മോഡലാക്കും. അങ്ങനെ എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫൈനലി നിങ്ങൾക്ക് എന്തായിരിക്കണം, എല്ലാം കൂടി ഒരു ലിസ്റ്റാക്കി മാറ്റണം. ആൻഡ് ദാറ്റ് ഈസ് ദ ലോജിക് ഹിയർ. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ആൻഡ് ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, യു ഗോട്ട് ആക്ച്വലി യുവർ പോസ്റ്റ്. ഈ പോസ്റ്റ് ഉള്ളതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഓൾ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ യു ഹാവ് ടു റിട്ടേൺ പോസ്റ്റ്. ഓക്കെ, പോസ്റ്റ് റിട്ടേൺ ചെയ്യണം. ആൻഡ് വൺ മോർ എറർ, ബിക്കോസ് ട്രൈ ആണ്, യു ഹാവ് ടു ക്യാച്ച് എറേഴ്സ്. Try and catch. Then let me have a print here, print E. Okay, and now your service class is ready. Okay, very simple. എന്തായിരിക്കും, ജസ്റ്റ് ഒരു മെത്തേഡ് എഴുതി, ആൻഡ് ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ. ആൻഡ് ഇത് ഒരു റിക്വസ്റ്റ് പോയി തിരിച്ച് ഡാറ്റ കുറച്ച് ഭാവിയിലായിരിക്കും അത് വരിക. അപ്പോൾ ആ ഡാറ്റ ഫ്യൂച്ചർ തിരിച്ച് വരുന്നത് മേ ബി എൻ എറർ അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും. അത് വരാൻ പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ലിസ്റ്റ് ഓഫ് പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് മോഡലിന്റെ ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തു, എന്നിട്ട് പോസ്റ്റ് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. ആൻഡ് എറർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ എറർ റിട്ടേൺ ചെയ്യും. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, വി ഹാവ് ടു യൂട്ടിലൈസ് ദിസ് ഇൻ അവർ ഫ്രണ്ട് എൻഡ്, ഹോം പേജിൽ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, നമ്മളുടെ ഹോം പേജിൽ വരിക, ഗോ ടു യുവർ ഹോം പേജ്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ എം ഗോയിങ് ടു ഹാവ് വേരിയബിൾ, no, I'm going to have create an object. ഈ ഒരു ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് മീ മേക്ക് ദിസ് എ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, ബിക്കോസ് അതല്ലാതെ ചെയ്യാം, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കി. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് പോസ്റ്റ് സർവീസിൻ്റെ പോസ്റ്റ് സർവീസ് അണ്ടർസ്കോർ പോസ്റ്റ് സർവീസ് ഈക്വൽ ടു പോസ്റ്റ് സർവീസ്. ഓക്കെ, ഐ ജസ്റ്റ് ക്രിയേറ്റഡ് ആൻ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് എന്ത് വേണം, ഇപ്പം നമ്മളുടെ എക്സ്പാൻഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് വ്യൂ ആണ്. I'm going to cut this from here, and it is going to return a future builder. Okay, then future builder ന് future ഉണ്ടായിരിക്കും. future എന്ന് പറയുന്നത് underscore post service dot get all post ഇതായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ബിൽഡർ ഉണ്ടായിരിക്കും. ബിൽഡർ എന്ത് ചെയ്യണം, ബിൽഡർ എന്ത് ചെയ്യും, കോണ്ടെക്സ്റ്റ്, ആൻഡ് യു ഹാവ് ദ സ്നാപ്ഷോട്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ്, ഇഫ് സ്നാപ്ഷോട്ടിന്റെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ, സ്നാപ്ഷോട്ട് ഹാസ് ഡാറ്റ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ദാറ്റ് ലിസ്റ്റ് വ്യൂ. നമ്മൾ കട്ട് ചെയ്ത ലിസ്റ്റ് വ്യൂ. ഓക്കെ,
ഇനി ഇവിടെ ഒരു എറർ കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനിയും കണ്ടീഷൻസ് എഴുതാം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സിമ്പിൾ ആക്കുകയാണ്. റിട്ടേൺ എ സെന്റർ വിഡ്ജറ്റ്, child should be a circular progress indicator. If anything goes wrong, this will show a circular progress indicator. ഓക്കെ, ഇനി നോക്ക്, സ്നാപ്ഷോട്ടിന്റെ കയ്യിൽ ഡാറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലിസ്റ്റ് വ്യൂ ബിൽഡർ റിട്ടേൺ ചെയ്യാൻ പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ പോസ്റ്റ്, ഒരു സിംഗിൾ പോസ്റ്റ്. ഓരോ ഐറ്ററേഷനിലും എന്തെങ്കിലും ചെയ്യുക. ഫസ്റ്റ് ഐറ്ററേഷനിൽ ഈ മാപ്പിൽ ഈ പോസ്റ്റ് മോഡലിൽ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് മോഡൽ പ്രകാരമുള്ള ഫസ്റ്റ് ഇതിൽ പോകും. അത് ഇൻഡെക്സ് 0-ലാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോസ്റ്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ ഇൻഡെക്സ്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റ് എടുത്തിട്ട് പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പോസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ആ വേരിയബിൾ പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഇവിടെ അതിൻ്റെ ബോഡി ഇവിടെ എന്ത് ചെയ്യണം? പോസ്റ്റ് ഡോട്ട് ബോഡി. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ്, ഇതൊരു ബോഡി കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഒന്ന് വലുതായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? I'm going to have an overflow here, overflow ellipsis. Okay, text overflow dot ellipsis. Let me save this. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ now you got the post. ഓക്കെ, ഇവിടെ കണ്ടോ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? നമുക്ക് തിരിച്ച് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ ആ എൻ പോയിന്റ് ഹിറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്തു? നമുക്ക് 5 പോസ്റ്റ് വന്നു. 5 പോസ്റ്റ് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ 5 എന്ന് എഴുതി കൊടുത്തോണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? സ്നാപ്ഷോട്ടിന്റെ കയ്യിലെ ഡാറ്റ ഡോട്ട് ലെങ്ത് വിളിക്കണം. ഡാറ്റ ഡോട്ട് ലെങ്ത് എന്ന് വിളിച്ച് സേവ് ചെയ്തു. വി ഗോട്ട് ഓൾ ദ പോസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് 100 പോസ്റ്റ് ആണുള്ളത്. ആ മൊത്തം പോസ്റ്റ് എന്ത് ചെയ്യും? ഇവിടെ റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഐ തിങ്ക് API എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിലും ആ പേടിയുടെ ആവശ്യമില്ല. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് കുറച്ച് കൺസെപ്റ്റുകൾ ഇതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് APIs എന്ത് ചെയ്യാൻ പറ്റും? ഏത് എൻ പോയിന്റും ഹിറ്റ് ചെയ്യാനും അതിലെ ഡാറ്റ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത് അബ്സല്യൂട്ട് ബിഗിനർക്ക് വേണ്ടിയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു API ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? API എൻ പോയിന്റ് ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് ഹാവ് വൺ മോർ എൻ പോയിന്റ്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ പേജ് ഹിയർ, ന്യൂ ഡോട്ട് ഫയൽ. അതിൻ്റെ പേര് post_details എന്നും. ഓക്കെ, അതും എന്തായിരിക്കും? ഈ ഒരു പോസ്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പുറത്തെ പേജിൽ എന്ത് ചെയ്യണം? അതിന്റെ ഡീറ്റെയിൽസ്, ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാം വിത്ത് കമന്റ്. അതിലുള്ള കമന്റ് കാണാം. അപ്പൊ കമന്റ്സ് സത്യത്തിൽ ഇതിന്റെ കൂടെ വന്നിട്ടില്ല. അത് വേറൊരു എൻ പോയിന്റ് ആണ്. അപ്പൊ ആ എൻ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു പേജ് ഉണ്ടാക്കുകയാണ്. മെറ്റീരിയൽ, then that should be a stateful widget, that is post details page. Okay, and this is going to return a scaffold. Okay, then app bar ഉണ്ട്, app bar. Okay, background color പഴയ മറ്റേ പോലെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കളർ 0xFF 2D. Okay, then റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എൻഡിൽ എന്ത് വേണം? സെമിക്കോളം വേണം. സേവ് ദിസ് ആൻഡ് ലെറ്റ്സ് മൂവ് ഇറ്റ് ടു ദിസ് പേജ്. ഇവിടെ ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കാം. ടൈറ്റിൽ ടെക്സ്റ്റ് ആൻഡ് ദിസ് ഷുഡ് ബി പോസ്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, സേവ് ദിസ്. ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ലിസ്റ്റ് ടൈലാണ്. അതിന് ബൈ ഡിഫോൾട്ട് എന്തുണ്ട്? ഓൺ ടാപ്പ് ഉണ്ട്. ഓൺ ടാപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ഗോയിങ് ടു നാവിഗേറ്റ്. വി ഹാവ് ടു മൂവ് ബാക്ക്, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുഷ് ആണ് എഴുതുന്നത്. നാവിഗേറ്റർ ഡോട്ട് പുഷ് എഴുതി. ഓക്കെ, ആൻഡ് മെറ്റീരിയൽ ഇത് ഇത്രേ ഉള്ളൂ. നാവിഗേറ്റർ ക്ലാസ്സിനകത്തുള്ള പുഷ് മെത്തേഡ് ഉപയോഗിച്ചു. പുഷ് മെത്തേഡ് ഇതൊരു സ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പുഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നിന്ന കോണ്ടാക്റ്റും എത്തിയ കോണ്ടാക്റ്റും ആ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ബാക്ക് അടിക്കുമ്പോൾ സ്റ്റാക്ക് അല്ലേ, അപ്പൊ ടോപ്പിലുള്ളത് പോപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള കോണ്ടാക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ കോണ്ടാക്ട്സിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളൊരു വഴി നമ്മൾ കണ്ടെത്തിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണെന്ന് നമ്മൾ പറയണം. മെറ്റീരിയൽ പേജ് റൗട്ട്, ദെൻ കോണ്ടാക്സ്റ്റ്. ഈ കോണ്ടാക്സ്റ്റിൽ നിന്നും എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും we have to move into post details page. Okay,
സേവ് ചെയ്തു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഇൻ ദ സെക്കൻഡ് പേജ്, അടുത്ത പേജിലെത്തി. ആൻഡ് ഐ നീഡ് ദ സ്കഫോൾഡ് ഓൾസോ. സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തായിരിക്കണം, പഴയ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റേൻ്റെ അതേപോലെ ഇരിക്കണം. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഇവിടെ സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളർ അത് കൊടുത്തു, സേവ് ചെയ്തു. നോ യു ഹാവ് ബ്ലാക്ക് ആൻഡ് ഐ നീഡ് ദ പോസ്റ്റ് ടു ബി, ആ ടൈറ്റിൽ എനിക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് സ്റ്റൈൽ ക്ലാസ്സിനെ കോൾ ചെയ്തു, കളർ വൈറ്റ്. ഓക്കെ, സേവ് ചെയ്തു. നോ യു ഹാവ് പോസ്റ്റ് ടൈറ്റിൽ. വാട്ട് അബൌട്ട് ദറ്റ് ആരോ? ആ ആരോ, ബാക്ക് ആരോ ബ്ലാക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐക്കൺ തീം എഴുതാം. ആൻഡ് ഐക്കൺ തീം ഡാറ്റ, ദ കളർ ഷുഡ് ബി വൈറ്റ്. സേവ് ദിസ്. നോ യു ഗോട്ട് വൈറ്റ് ആരോ. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരേണ്ടത്. അപ്പോൾ ഇതൊരു സ്കഫോൾഡ് ആണ്, അതിൻ്റെ ബോഡി നമ്മൾ എഴുതിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഇത്ര എഴുതി നിർത്തിയേക്കാണ്. സോ ബോഡി എന്ന് പറയുന്നത്, ബോഡി ഷുഡ് ബി എ കണ്ടെയ്നർ ആൻഡ് the height should be, I'm going to have that full height infinity, width infinity. Then the child should be a column because നമുക്ക് അതിനകത്ത് ടൈറ്റിൽ കാണിക്കണം, അതിൻ്റെ ബോഡി കാണിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ഹാവ് ദറ്റ് പാഡിങ് ഹിയർ, പാഡിങ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ 20. I always use 20 and you can use any other numbers. Okay, children. Then text. Okay, and I need to show the title here. Then അതിൻ്റെ താഴെ I'm going to have a divider. Height should be 1 and the color should be, let's have a red color. Okay, then save this. Now you have a red line there. ഇവിടെയാണ് എനിക്ക് എന്തിൻ്റെ ടൈറ്റിൽ വരേണ്ടത്. പക്ഷെ നമുക്ക് ഈ പേജിൽ എന്തില്ല, ടൈറ്റിൽ ഇല്ല. അപ്പോൾ ഞാൻ ഈ പേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് ആ പോസ്റ്റിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, പോസ്റ്റ് മോഡൽ ടൈപ്പിലുള്ള പോസ്റ്റ് നള്ളബിൾ ആക്കാം, പോസ്റ്റ് മോഡൽ പോസ്റ്റ്. Okay, a single post and pass that in the constructor here, this dot post. Okay, and this should be final. Make this final. Okay, then ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നാവിഗേറ്റർ എഴുതിയല്ലോ, നാവിഗേറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു പാരാമീറ്റർ ഉണ്ട്, പോസ്റ്റ് എന്നുള്ള പാരാമീറ്റർ. പോസ്റ്റ് എന്നുള്ള പാരാമീറ്റർ. ഈ പോസ്റ്റിലേക്ക് എന്തായിരിക്കും പാസ് ചെയ്യേണ്ടി വരിക, ഈ ഒരു സിംഗിൾ പോസ്റ്റ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ആ പോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോസ്റ്റ് ആണ്, ആ പോസ്റ്റാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് പോസ്റ്റ്. ഓക്കെ, ആൻഡ് സേവ് ദിസ്, ഗോ ബാക്ക്, ക്ലിക്ക് ഹിയർ. ഇവിടെ നമുക്ക് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും, പോസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പോസ്റ്റ് ഡീറ്റെയിൽസ് പേജിൽ ഈ ടെക്സ്റ്റിന് പകരം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പാസ് ചെയ്ത് വന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്ന വിഡ്ജറ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ. സേവ് ദിസ് ആൻഡ് ഐ നീഡ് ദിസ് ടു ബി nullable. Save this. Now you got the post but the color is black. So ടെക്സ്റ്റിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഈ സ്റ്റൈലൊക്കെ ഇങ്ങനെ എഴുതരുത്, ഒന്നെങ്കിൽ തീമിൽ കൊണ്ട് എഴുതാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പർപ്പസ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നതാണ്, വൈറ്റ്. ഓക്കെ, സേവ് ദിസ്. നോ യു ഗോട്ട് ദ പോസ്റ്റ് ടൈറ്റിൽ. ഓക്കെ, ഇനി ഇവിടെ താഴെ എന്ത് വേണം, ഇത് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഹാവ് എ സൈസ്ഡ് ബോക്സ് ഹിയർ. സൈസ്ഡ് ബോക്സ്, ഹൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ഹൈറ്റ് ഓഫ് 20. സേവ് ദിസ്. നോ യു ഗോട്ട് ദ പോസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഇനി എന്ത് വേണം, ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് വരണം, അതിൻ്റെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി വരണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് ടൈറ്റിൽ അല്ല, ദിസ് ഷുഡ് ബി ബോഡി. സേവ് ദിസ്. നോ യു ഗോട്ട് ദ ബോഡി ആൻഡ് ഐ നീഡ് എ സൈസ്ഡ് ബോക്സ് ഹിയർ, സൈസ്ഡ് ബോക്സ്. ഓക്കെ, ദെൻ താഴെ നമുക്ക് എന്ത് വരണം, ഇതിൻ്റെ താഴെ ഒരു ഡിവൈഡർ, അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റിന് റിസീവ് ചെയ്ത കമൻസ് ഇവിടെ കാണിക്കണം. സേവ് ദിസ്. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇവിടെ അഗെയിൻ ഒരു സൈസ്ഡ് ബോക്സും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇത് പ്യോർ UI ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സൈസ്ഡ് ബോക്സ് ആഡ് ചെയ്തു. ആൻഡ് വൺ മോർ സൈസ്ഡ് ബോക്സ് ഹിയർ. ഇവിടെ വന്നിട്ട് സൈസ്ഡ് ബോക്സ് ഒക്കെ കോൺസ്റ്റ് ആക്കണം, അപ്പോൾ എനിക്ക് യെല്ലോ ലൈനൊക്കെ പോകും. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത്, ഐ ഡോണ്ട് നീഡ് ദിസ്, ഐ നീഡ് കമൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഈ പോസ്റ്റിന് റിസീവ് ചെയ്ത കമൻസ് ഇത് സെൻട്രൽ അലൈൻഡ് ആയിട്ട് വന്നേക്കുന്നത്. അതിന് കാരണം നമ്മൾ ഈ കോളത്തിന് എന്ത് ചെയ്തിട്ടില്ല, മെയിൻ ആക്സിസ് അലൈൻമെന്റും ക്രോസ് ആക്സിസ് അലൈൻമെന്റും ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ് ദിസ് ഷുഡ് ബി സ്റ്റാർട്ട്, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട്. ഓക്കെ, സേവ് ദിസ്. നൗ ഇറ്റ് ഈസ് ഇൻ ലെഫ്റ്റ് സൈഡ്. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ താഴെ ഈ കമന്റ്സ് കാണിക്കണം. അപ്പോൾ കമന്റ്സ് എങ്ങനെ കാണിക്കണം എന്നുള്ള കാര്യം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. കമന്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്ത് ചെയ്താൽ മതി, എക്സാക്ട്ലി എനിക്ക് എന്ത് വേണം, ഒരു ലിസ്റ്റ് വ്യൂ വേണം. ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡറിൻ്റെ ഉള്ളിൽ നേരത്തെ എഴുതിയാണ് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ്. ദെൻ ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ലിസ്റ്റ് ടൈൽ ഓർ യു ക്യാൻ റിട്ടേൺ എ കാർഡ് ഹിയർ. കാർഡ്, child should be not color, child should be
ലിസ്റ്റ് ടൈൽ. ഓക്കെ, ദെൻ ടൈറ്റിൽ. ഇവിടെ നമുക്ക് ആ കമൻറ്റിൻ്റെ ടൈറ്റിൽ കാണിക്കണം. അതിൻ്റെ താഴെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, ദെൻ ദിസ് ഷുഡ് ബി എ ടെക്സ്റ്റ്, ദെൻ സബ് ടൈറ്റിൽ. ഓക്കെ, ഇതാണ് നമുക്ക് കാണിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഹോട്ട് റീലോഡ് ഇസ് നോട്ട് പെർഫോം ബിക്കോസ് വി ജസ്റ്റ് മിസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐറ്റം കൗണ്ടും ഒക്കെ കൊടുക്കണം. ഞാനിവിടെ സ്ട്രിംഗ് റാപ്പ് എഴുതുകയാണ്, സ്ട്രിംഗ് റാപ്പ് ട്രൂ. ഓക്കെ, ഐറ്റം കൗണ്ട് എന്ന് പറയുന്നത് ഞാനിവിടെ 4 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും, യു ഗോട്ട് 4 കമൻറ്റ്സ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡാറ്റയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ എൻ പോയിന്റിലെ ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് എ ന്യൂ മോഡൽ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ ഡോട്ട് ഫയൽ, ദാറ്റ് ഷുഡ് ബി comment_model. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് മെറ്റീരിയൽ, ദാറ്റ് ഷുഡ് ബി എ സ്റ്റേറ്റ്. നോ, ദിസ് ഇസ് നോട്ട് ദിസ് ഇസ് എ ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലാസ്, ദാറ്റ് ഷുഡ് ബി കമന്റ് മോഡൽ. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് യുവർ കമന്റ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് എടുക്കുക. ദിസ് ഇസ് നോട്ട് കമന്റ്, ഇറ്റ് ഈസ് പോസ്റ്റ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് എടുത്തു. അതിനകത്ത് എന്തുണ്ട്, നെയിം, ഇമെയിൽ, ബോഡി ഉണ്ട്. ദറ്റ് ഇസ് നോട്ട് ടൈറ്റിൽ. നെയിം, ഇമെയിൽ, ബോഡി, ദെൻ പോസ്റ്റ് ഐ ഡി, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, സ്ട്രിങ് നെയിം, സ്ട്രിങ് ഇമെയിൽ, സ്ട്രിങ് ബോഡി. ഓക്കെ, ദെൻ ഇൻറ്റ് പോസ്റ്റ് ഐ ഡി, ഇൻറ്റ് ഐ ഡി. ഓക്കെ, then create a constructor, comment model, this dot body, this dot id, this dot name, this dot email, then this dot post id. Is everything here? Okay, so put a semicolon. And ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം. So I'm going to have a factory here, comment model dot from JSON. എന്തായിരിക്കും റിസീവ് ചെയ്യുന്നത്, മാപ്പാണ്. മാപ്പ് സ്ട്രിങ് ഡൈനാമിക് JSON. Then this is going to return a comment model. Put a semicolon here. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പോസ്റ്റ് ഐ ഡി എന്ന് പറയുന്നത് JSON ഡാറ്റയിലെ പോസ്റ്റ് ഐ ഡി ആയിരിക്കും. നമ്മൾ ഐ ഡി എന്ന് പറയുന്നത് JSON-അകത്തുള്ള ഐ ഡി ആയിരിക്കും. ദെൻ ഇമെയിൽ എന്ന് പറയുന്നത് JSON-അകത്തുള്ള ഇമെയിൽ ആയിരിക്കും. ദെൻ നെയിം എന്ന് പറയുന്നത് നമുക്ക് റിസീവ് ചെയ്ത JSON-അകത്തുള്ള നെയിം ആയിരിക്കും. ദെൻ ബോഡി എന്ന് പറയുന്നത് റിസീവ് ചെയ്ത JSON-അകത്തുള്ള ബോഡി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ദിസ് ഇസ് യുവർ മോഡൽ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ അങ്ങോട്ട് കമന്റ് ടൈപ്പ് ചെയ്യുന്നില്ല, അങ്ങോട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടു JSON എഴുതണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ എൻ പോയിന്റിൽ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ പോസ്റ്റ് സർവീസിൽ വന്നിട്ട് ലെറ്റ്സ് റൈറ്റ് എ ന്യൂ മെത്തേഡ് ഹിയർ. ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വേറൊരു മെത്തേഡ് ചെയ്ത് അതിൻ്റെ പേരെന്തായിരിക്കും, കമന്റ് ഗെറ്റ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ തന്നെ ലെറ്റ് മീ ടൈപ്പ് ഇറ്റ് അഗൈൻ. ഫ്യൂച്ചർ ലിസ്റ്റ് ആണ്, കുറേ കമന്റ്സ് ഉണ്ട്. ഒരു കമന്റ് ആയിരിക്കുമല്ലോ ഒരു പോസ്റ്റിന്. അതെന്തായിരിക്കും, കമന്റ് മോഡൽ പ്രകാരമുള്ള കുറേ കമന്റ്സ് എന്തായിരിക്കും ഒരു പോസ്റ്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഗെറ്റ് കമന്റ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതി. ദാറ്റ് ഈസ് ആൻ അസിൻക്രോണസ് മെത്തേഡ്, അസിങ്ക് ആണ്. ദെൻ വി ഹാവ് ടു ട്രൈ സംതിങ്. ഇവിടെ എന്ത് ചെയ്യണം, ട്രൈ. ഓക്കെ, എന്തായിരിക്കും ട്രൈ ചെയ്യേണ്ടി വരിക, നേരത്തെ ഇതേപോലെ തന്നെ ഫൈനൽ റെസ്പോൺസ് ഈക്വൽ ടു client.get. ഓക്കെ, എന്താ ഗെറ്റ് ചെയ്യേണ്ടത്, URI.parse. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ URI പാസ് ചെയ്യണം. URI എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡോളർ. ഓക്കെ, API ഡോട്ട് ബേസ് URL. അത് ഓൾവേസ് ബേസ് URL ആയിരിക്കും. ബേസ് URL കഴിഞ്ഞിട്ട് ഡോളർ. ഓക്കെ, ദെൻ API ഡോട്ട് കമന്റ് എൻഡ് പോയിന്റ്. ആൻഡ് ഇവിടെ വൺ മോർ തിങ് ഉണ്ട്. ഇതിൽ ഒരു പോസ്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ കമൻറ്റ്സ് നമുക്ക് കിട്ടണം.
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇതിനകത്ത് നമ്മൾ ഈ മെത്തേഡിന് എന്തുണ്ടായിരിക്കും, ഐ ഡി പാസ് ചെയ്ത് കൊടുക്കണം, പോസ്റ്റ് ഐ ഡി. അപ്പോൾ ഞാനിവിടെ ഇൻറ്റ് ഐ ഡി എന്ന് എഴുതി, ആൻഡ് ദാറ്റ് ഷുഡ് ബി നള്ളബിൾ. ഇൻറ്റ് ഐ ഡി ആൻഡ് ദാറ്റ് ഐ ഡി കംസ് ഹിയർ $ID. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഈക്വൽ ടു വരെ അവിടെ ഉണ്ട്, ഈക്വൽ ടു വരെ എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതായിരിക്കും ആക്ച്വലി എവിടെ വരുന്നത്, നമ്മളുടെ ഇവിടെ വരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐ ഡിയും കൂടെ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യണം ഡാറ്റ വന്നിട്ടുണ്ടോ. ഇഫ് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ്, നോട്ട് ഹാഷ് കോഡ്, സ്റ്റാറ്റസ് കോഡ്, why I'm not getting response, final response equal to final if response dot status, wait a second, if response dot status code, I think endpoint URI. Okay, response final response equal to, I think you need to await response dot status code equal to 200 ആണെങ്കിൽ എന്ത് ചെയ്യണം, we need to declare a list, final list response body equal to JSON decode എന്തായിരിക്കും, response dot body. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കും. ദാറ്റ് ഷുഡ് ബി ഫൈനൽ ലിസ്റ്റ്. കമന്റ് മോഡൽ പ്രകാരമുള്ള ലിസ്റ്റ് ഉണ്ടാക്കി. കമന്റ് മോഡൽ, അതിൻ്റെ പേര് കമന്റ്സ് ഈക്വൽ ടു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2M ഉണ്ട്, കമന്റ്സ് ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യണം, നമ്മളുടെ റെസ്പോൺസ് ബോഡിയെ നമ്മൾ എന്ത് ചെയ്യും, റെസ്പോൺസ് ബോഡി ഡോട്ട് മാപ്പ്. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി, യു ക്യാൻ ഹാവ് JSON ഹിയർ. ദെൻ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ കമന്റ് മോഡലിനെ കോൾ ചെയ്യുക. കമന്റ് മോഡൽ ഡോട്ട് ഫ്രം JSON, പാസ് ദാറ്റ് JSON ഹിയർ, നോട്ട് JSON decode, JSON. Then finally make it a list. Okay, put a semicolon here and return comments. Okay, and write the catch. ഇവിടെ try ചെയ്തു, then catch E. Okay, print that E. That's it. Our service is ready. Okay, then go to your post details page. Post details page ഈ ലിസ്റ്റ് വ്യൂ ബിൽഡറിൻ്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, I'm going to have an expanded here. Child should be a future builder. Okay, future builder എന്തുണ്ട്, it has future എന്ന് പറയുന്നത് underscore post service. ഇവിടെ നമ്മൾ പോസ്റ്റ് സർവീസ് നമ്മൾ എന്ത് ചെയ്തില്ല, ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് സർവീസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കാം. പോസ്റ്റ് സർവീസ് underscore post service equal to post service. Okay, and utilize that post service here. ഇവിടെ future എന്ന് പറയുന്നത് underscore post service dot get comments, and you have to pass the ID. ID ഇവിടെ കിടക്കുന്നുണ്ട്, widget dot post dot ID. Okay, then എന്ത് ചെയ്യണം, ബിൽഡർ ഉണ്ട്. ബിൽഡർ എന്തായിരിക്കും, ബിൽഡർ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് snapshot, and this is going to return. Okay, if snapshot has data ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, this is going to return this thing, list view. Okay, and one more thing is here, and this is going to return. Now just to simplify the center, the child should be a circular progress. നിങ്ങൾക്ക് ഡാറ്റ ഉണ്ട്, ഒരു പോസ്റ്റും ഇല്ലെങ്കിൽ നോ പോസ്റ്റ് നമുക്ക് കാണിക്കാം. ഹാഷ് ഡാറ്റ ഡോട്ട് ലെങ്ത് ഒക്കെ, ഹാഷ് ഡാറ്റ സ്നാപ്ഷോട്ട് ഡോട്ട് ഹാഷ് ഡാറ്റ ഉണ്ട്, ദെൻ സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ ഡോട്ട് ലെങ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കമൻറ്റും ഇല്ല എന്നൊക്കെ കാണിക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ എഴുതി, പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഓക്കെ, ഇനി നമ്മളുടെ ലിസ്റ്റ് വ്യൂ ബിൽഡറിൽ വന്നിട്ട് എന്തായിരിക്കും, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഫൈനൽ കമൻറ്റ് ഈക്വൽ ടു എന്തായിരിക്കും, സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ ഇൻഡെക്സ്. ഒരു കമൻറ്റ് ഇതിലേക്ക് സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് വേണ്ടത്
ഇപ്പോൾ തൽക്കാലം നമുക്ക് കമൻറ്റ് ഇട്ട ആളുടെ നെയിം കിട്ടണം. കമൻറ്റ് ഡോട്ട് യു ക്യാൻ ഹാവ് ദ നെയിം ഹിയർ. ദെൻ ആ കമൻറ്റിൻ്റെ ബോഡിയും വരണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, Ctrl+C, ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ദാറ്റ് ഷുഡ് ബി കമൻറ്റ് ഡോട്ട് ബോഡി. ഓക്കെ, ദെൻ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ ഡോട്ട് ലെങ്ത്. ഓക്കെ, ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ, ജസ്റ്റ് റീബൂട്ട് യുവർ പ്രൊജക്റ്റ്. റീബൂട്ട് ചെയ്യാം. ഓക്കെ, റീബൂട്ട് ചെയ്തു. ഇവിടെ പോസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റ് ഗെറ്റ് ചെയ്ത് വരണം. ഫ്യൂച്ചർ ബിൽഡറിനകത്ത് യു ഗോട്ട് ദ പോസ്റ്റ്, ക്ലിക്ക് ഓൺ എ പോസ്റ്റ്, നൗ യു ഗോട്ട് ദ ഡീറ്റെയിൽസ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ എന്ത് വരും, യു ഗോട്ട് ദ കമൻറ്റ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ കമൻറ്റ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, APIക്ക് അകത്തുനിന്ന് കമൻറ്റ് എന്ത് ചെയ്യുന്നത്, ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ടു യു ആൻഡ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ സിമ്പിളാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് വിൽ സീ യു സൂൺ.